ഹലോ, ഇന്നത്തെ വീഡിയോയിൽ ഈസി ആയിട്ട് മട്ടൺ ഫ്രൈ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ചെറിയ കുട്ടികളൊന്നും മട്ടൺ കറികൾ കഴിക്കാറില്ല. അപ്പോൾ ഇതേപോലെ നമ്മൾ ഈസി ആയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ എല്ലില്ലാത്ത മട്ടൺ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തതിന് ശേഷം ഇപ്പോൾ നന്നായിട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇപ്പോൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഇത് നമുക്കിനി ഒരു കുക്കറിലിട്ടതിന് ശേഷം 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 5 വിസിൽ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതപ്പോൾ ഒരടുപ്പിൽ മട്ടൻ കറി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഉണ്ട് എന്ന് മിസ്സായി പോയിട്ടുണ്ട്. ഇതാപ്പോൾ മട്ടനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് മുളക് പൊടി ഗരം മസാല ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പ്, നേരത്തെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച നമ്മുടെ മട്ടൻ നമുക്ക് ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. കറണ്ട് പോയത് കാരണമാണ് ആ ഒരു മങ്ങൽ വരുന്നത്. ടേസ്റ്റി മട്ടൺ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കറികൾ ഇഷ്ടപ്പെടാത്ത കുട്ടികൾക്ക് ഇതേപോലെ തയ്യാറാക്കി കൊടുത്താൽ അവർ തീർച്ചയായിട്ടും ഇത് കഴിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്